ഒരു കുട്ടി കുറേ കുട്ടികൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് അമ്മമാർക്ക് ഈ വെപ്രാളം വരുന്നത്. കുട്ടികൾ ഈ എക്സാമിന് തയ്യാറാവുന്നില്ല, പഠിക്കുന്നില്ല. അതിന് പകരം അവർ ഓരോരോ അഡിക്ഷൻസ് ഓരോ രീതിയിൽ, ഒന്നുകിൽ ഫോൺ അഡിക്ഷനുണ്ട്, പിന്നെ ഈ ഓരോ ചാനൽസൊക്കെ സ്നാപ്ചാറ്റ് പോലത്തെ ഇതിൽ കൂടെയൊക്കെ സെക്സ് ചാറ്റുകൾ, അതിൽ കൂടുതലായി പോവുക. അന്നേരം ഈ ഒരു കുട്ടിയുടെ എന്ന് വെച്ചാൽ അമ്മ എനിക്ക് അവരുടെ ലൈഫ് തന്നെ മാറി എന്ന് പറഞ്ഞ് അത് ഞാൻ പറയാം. ആ കുട്ടിക്ക് 14 വയസ്സേ ഉള്ളൂ. പക്ഷേ 2-3 വർഷം കൊണ്ട് തന്നെ ഈ ഒരു സെക്സ് ചാറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അത് പറയുന്നത് എനിക്കത് മതി, എന്തിനാണ് എന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം അതാണെന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ അത് വരാൻ തന്നെ പാടായിരുന്നു. അതിനിപ്പോൾ എനർജി ഹീലിംഗ് ഒക്കെ ചെയ്ത് എന്നെ കാമാക്കിയിട്ടാണ് അത് വന്നത് തന്നെ. 2-3 ഇപ്പം ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് പോലും ഇത്ര എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഹിപ്നോസിസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഹിപ്നോസിസിൻ്റെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഈ എന്താ പറയുക, ആദ്യത്തെ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ ട്രോമ ഹീലിംഗും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ പക്ഷേ UK ഉള്ളവർക്കൊക്കെ ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് ആയിട്ടുമുണ്ട്. അത് എഫക്റ്റീവ് ആവുന്നത് ആ ആളത് റിസീവ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിയും കൂടെയാണ്. ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ചെയ്യുന്നതാണ് ചില ആൾക്കാർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ആ കൂടുതൽ ആ ഒരു ഫീൽ ചെയ്യുന്നത്. അതെ, എനിക്കും അതെ ഡയറക്റ്റ് ചെയ്യുന്ന ഇഷ്ടം. പക്ഷേ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ, കാനഡയിലുള്ള ഫൈബ്രോമയാലജി ഉണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ക്രോണിക്കായിട്ട് കുറേ 10-13 വർഷമായിട്ട് ഒരു നേഴ്സാണ്, അനുഭവിക്കുകയാണ്. പക്ഷേ അത് ഇതേപോലെ കുറേ കാര്യങ്ങളും അവർ ചെയ്തു. ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറ്റാനൊക്കെ നാട്ടിൽ അവരപ്പം വിളിച്ചിട്ട് അവർക്ക് ഇതേപോലെ ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ആക്സസ് ബാസിൽ 4-5 ഹീലിംഗ് ചെയ്തു, ഈ ഫേസ് ലിഫ്റ്റ് ചെയ്തു. അപ്പം തന്നെ അവർക്ക് ഭയങ്കര ചേഞ്ച് വന്നു. ലൈക്ക് ഭയങ്കര മടിയായിരുന്നു, ഒന്നും ചെയ്യാൻ വയ്യ, മെഡിറ്റേഷൻ ചെയ്യാൻ വയ്യ, എല്ലാം ആക്റ്റീവ് എന്നുള്ള ഒരു എല്ലായിടത്തും ആക്റ്റീവായിട്ട് പോകുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് അത് കുറച്ചൊന്നും കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഹിപ്നോസിസ് ചെയ്തതും ട്രോമ ഹീലിംഗ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും ആൾ ശരിയായി. എല്ലാം ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തു. ആ വ്യക്തിയുടെ ലൈഫ് മാറി. 13 വർഷമായിട്ട് അവർ എവിടെ തൊടാൻ, ഫൈബ്രോമയാലജി അറിയാമെന്നോ, എവിടെയെങ്കിലും തൊടാൻ പോലും പറ്റില്ല, ഭയങ്കര പെയിനാണ്. അത് കാരണമില്ലാത്തൊരു പെയിനാണ്. അതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല. ആകെ സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം സപ്രസ് ചെയ്യാനുള്ളൊരു, ആ സ്റ്റീറോയിഡ്സ് കൊടുത്തിട്ട് കഴിച്ചിട്ട് അത് സപ്രസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അത് സ്ട്രോങ് പെയിൻ കില്ലർ കഴിക്കും, അങ്ങനെയാണ്. പക്ഷേ ഒരാൾക്ക് അത്ര നാൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ലൈഫിൽ. അത് ആരുടെ ജീവിതം രക്ഷപ്പെട്ടു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു. അതായത് ഇപ്പം മാം പറഞ്ഞ ഹിപ്നോസിസ് വഴി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മാറ്റം വന്നത്, കുറേ അനുഭവങ്ങൾ പറഞ്ഞു, ആക്സസ് ബാർ, NLP ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ട് കാണുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സാക്ഷ്യത്തിലൂടെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ആ വ്യക്തി വിചാരിച്ചാൽ മാത്രമേ, അതായത് ഹീലർ മാത്രമല്ല, ആ ഹീൽ ചെയ്യപ്പെടാൻ വരുന്ന വ്യക്തിയും കൂടെ സറണ്ടർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ മാമിന് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തി സറണ്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ചിലർക്ക് പെട്ടെന്ന് ആവുന്നില്ല എന്ന്. അതോ ഈ വ്യക്തിയെ ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ട് നടക്കത്തില്ല, പല പ്രാവശ്യം വന്നാൽ മാത്രമേ, അങ്ങനെയാണോ തിരിച്ചറിഞ്ഞാണോ, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ അവരോട് പറയുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവർ വരുമ്പോൾ നമ്മൾ അവർക്കൊരു വരുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ കോൾ, ഒരു പ്രീ ടോക്ക് നമ്മൾ വെക്കും. കാരണം 1.5 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ച് അതൊരു ഡിസ്റ്റർബൻസാണ്, മനസ്സും കുറേ ഡിസ്റ്റർബ്ഡ് ആവും. ഈ കാര്യങ്ങളൊക്കെ, ഒരു കാര്യം വിഷമമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു റിലാക്സേഷനിലേക്ക് പോകാൻ പിന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇവരെങ്ങനെയാണ്, എങ്ങനത്തെ ആൾക്കാരാണ്, നമുക്ക് കുറച്ച് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ ഞാനാണെങ്കിൽ അവർക്കൊരു മെഡിറ്റേഷൻ്റെ എൻ്റെ തന്നെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കും. നിങ്ങളത് ഒരാഴ്ചയെങ്കിലും അതൊന്ന് കേട്ട് മനസ്സിലൊന്ന് റിലാക്സായി ഇമാജിനേഷനും ഒക്കെ ഒന്ന് അതിലേക്ക് വന്നിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ വന്നിട്ടാകുമ്പം ചിലപ്പോൾ അതങ്ങ് ഇതാവാറുണ്ട്. ഇതിൽ ഹിപ്നോ തെറാപ്പി എഫക്റ്റീവ് ആണെങ്കിൽ ആൾ ഹിപ്നോസിസിലേക്ക് പോകണം. ഡീപ്പായ റിലാക്സേഷനിലേക്ക് എത്ര പെട്ടെന്നാണ് അവരെത്തുന്നത് അത്രയും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തെറാപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോകാനുള്ളൊരു വിമുഖത എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, ചിലരുടെ മനസ്സിലുള്ളൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് എങ്ങനെയാണ്, ചിലർക്കാണെങ്കിൽ ഇതെന്താണെന്ന് അറിയണം എന്നുള്ളതായിരിക്കും, ചിലർക്കാണെങ്കിൽ ഇതൊക്കെ വല്ല കാര്യമുണ്ടോയെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാതെ എല്ലാ ഈഗോയും മാറ്റി വെച്ചിട്ട് ഇതെനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുന്നത് മനസ്സിലിങ്ങനെ പറയുകയല്ല, ഉള്ളിൽ നിന്ന് തന്നെ നമ്മളതിനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ
സറണ്ടർ ചെയ്യാന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൂർണ്ണമായി പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഡോക്ടറാണ് ചെയ്യുന്നത്, അവർ ചെയ്തോളും, ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ നിശബ്ദമായിരിക്കാതെ പ്രാർത്ഥിക്കുക എന്നാണോ അതോ? ഇല്ല, പ്രാർത്ഥിക്കുന്നതും അതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ തന്നെ സജഷൻ കൊടുക്കുന്നതാണ്. അവർ വെറുതെ ഇരുന്നാൽ മതി. ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ അവരിങ്ങനെ എനിക്കിത് നടക്കണം, അല്ലെങ്കിൽ എനിക്കിത് പൂർണ്ണമായിട്ടൊരു വിടുതൽ കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുക അല്ലേ? അത് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ പ്രാവശ്യം ചിലപ്പം ട്രൈ ചെയ്യേണ്ടി വരും. ചിലർക്ക് പോയിട്ട് പിന്നെ വാന്ന് പറയേണ്ടി വരും, വേറെ ദിവസം വാ നിങ്ങളുടെ ആ ഒരു റിലാക്സ്. ചിലർക്ക് നമ്മൾ ഇതേപോലത്തെ കുറച്ച് ടെക്നിക്സ് കൊണ്ട് ഉള്ളിലുള്ള ആ ടെൻഷനൊക്കെ മാറ്റി 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 എന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നിക്കിലൂടെ ഞാൻ അവരെ ഹിപ്നോസിസിലാക്കും, അത് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഹിപ്നോസിസിൻ്റെ ഒരു ബേസിക് അതാണ്. നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അത്രയും ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇപ്പം സംസാരിച്ചെല്ലാം കൂടാതെ തന്നെ വേറെ ഏതൊക്കെ കാര്യങ്ങളാണ് മാം ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സൈക്കിക് സർജറി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ കുറേ അസുഖങ്ങൾക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതല്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ട്, ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഈ അസുഖങ്ങൾ മാറാൻ വേണ്ടി നമുക്കൊരു ഈസി ആയിട്ട് അതൊന്ന് ഈസി ആക്കാനും ഒന്ന് പെട്ടെന്നാക്കാനും എന്ന് വെച്ചാൽ ഈ റിലീഫിനെ കുറച്ചും കൂടെ എളുപ്പമാക്കാനുള്ള ഒരു വഴിയും കൂടെ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ മനസ്സിലുള്ളൊരു സാധനമുണ്ട്, ഉള്ളിൽ നമുക്കൊരു അസുഖമുണ്ട്, പുറമേ ഒരു അസുഖമുണ്ട്. പുറമേ ഉള്ള അസുഖം ചിലർ മൈൻഡ് ചെയ്യാത്തവരുണ്ട്. ഈവൻ ക്യാൻസർ ആണെങ്കിൽ പോലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വിൽ പവറിൽ ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കാതെ ജീവിക്കുന്നവരുണ്ട്. അവരും ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തവരും ചിലപ്പം ഈക്വൽ ഒരു സമയമായിരിക്കും മുമ്പോട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പവറുണ്ടല്ലോ, എനിക്ക് അസുഖം ഇല്ല എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഈ സൈക്കിക് സർജറി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു IBS എക്സാമ്പിൾ എടുക്കാം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ സ്കാനിങ്ങിൽ കൂടെ ഉള്ള മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് പോർഷനിലാണ് അവർക്ക് ഇൻഫ്ലമേഷൻ ഉള്ളത്. നമ്മൾ അവരെ ഒരു ഹിപ്നോസിസിൽ, ഇത് അമേരിക്കയിലൊക്കെ വലിയ ഈ ഹിപ്നോട്ടിസ്റ്റുകളും ഇങ്ങനത്തെ ഇവരൊക്കെ ചെയ്യുന്നതാണ്. ഒരു ഫേമസ് ഡോക്ടർ തന്നെ ഉണ്ട് ഇത് ചെയ്തിട്ട് പിന്നെ സർജറി ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഹിപ്നോസിസിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഉപബോധ മനസ്സിൽ കൊണ്ട് തന്നെ ആ ഒരു സാധനത്തിൻ്റെ ഫിസിയോളജി എന്താണ്, ആ അസുഖം ഉണ്ടാവാനുള്ള കാരണം, അതിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് ആ ഒരു പോർഷനെ സ്ഥലത്ത് കൊണ്ടുപോയി ആ ഇൻഫ്ലമേഷൻ നമ്മൾ മാറ്റുകയാണ്. അത് മാറ്റി ഒന്നുകിൽ എടുത്ത് ഇങ്ങനെ കളയുന്നത് അവർ മനസ്സിലാക്കും. എന്നിട്ട് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കും, അവരുടെ ഉള്ളിൽ നിന്ന് അത് മാറി. അപ്പോൾ അവരുടെ ആ ഒരു ട്രോമാറ്റിക് കണ്ടീഷനും എന്തായിരുന്നു ഇതിനുള്ള കാരണവും മാറ്റി, ഇതും മാറ്റി കഴിയുമ്പോഴത്തേക്കും അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് സൈക്കിക് സർജറി. അത് കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ സയൻസൈറ്റിസ് പോലത്തെയൊക്കെ ചെറുതായിരിക്കും കാര്യം, പക്ഷേ അവരനുഭവിക്കുന്നത് വലിയ പ്രോബ്ലംസ് ആയിരിക്കും. അത് കാരണം അതിന് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്രോണിക് ഡിസീസിനൊക്കെ നമുക്കത് ചെയ്തിട്ട് അസുഖം മാറ്റാൻ പറ്റുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അസുഖം മാറാനുള്ള വഴിയിലേക്ക് എളുപ്പത്തിൽ അവരെ എത്തിക്കാനും പറ്റും. ഇതുകൂടാതെ വേറെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കുറച്ച് നമ്മൾ ഈ ക്രോണിക് ഡിസീസസ് എല്ലാം മാനസികമായ കുറച്ച് ഇതും കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഇതിനുള്ള മരുന്നുകൾ ഞാൻ മരുന്നുണ്ടാക്കുന്നത് കുറച്ച് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലത്തെ അത് ഈ പുരുഷന്മാരുടെ ലൈംഗിക ഉത്തേജനക്കുറവെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ കുറച്ചൊരു 90% മാനസികമാണ്. എന്ന് വെച്ചാൽ പ്രീവിയസ് എക്സ്പീരിയൻസ്, മുമ്പുള്ള എക്സ്പീരിയൻസ് ഉള്ളിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫെയിലിയർ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ഇതാവാം. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ്, ആ ഒരു സൈക്കോളജിക്കൽ ഇത് നമ്മൾ മാറ്റിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ ചിലർക്ക് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ശരിയാവും. അത് മെയിൽ ഡോക്ടർ ആണെങ്കിൽ അതുകൊണ്ട് എൻ്റെ ക്ലിനിക്കിലുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ഒരു 10% ഒരു മാനസിക പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ശാരീരിക പ്രശ്നം കൂടെ ആവും. അപ്പോൾ ആ ഒരു ശരിക്കുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മെഡിസിൻ ഉണ്ട്, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിൻ ഉണ്ട്. അത് നമ്മൾ പുറത്തുള്ളൊരു വാഗമണ്ണുള്ളൊരു കുടുംബത്തെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്ന മരുന്ന്. ആ മരുന്ന് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അത് കുറേ ആൾക്കാർക്ക് കൊടുത്ത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മരുന്നുകൾ ഇതേപോലത്തെ കുറച്ച് മരുന്നുകൾ ഉണ്ടോ? അതിനൊന്നും ഞാൻ മരുന്നുണ്ടാക്കുന്നില്ല. ആ മരുന്നുകളുണ്ട്. ഇത് കൂടാതെ പിന്നെ വേറെ ഏതൊക്കെയാ ഉള്ളത്?
വേറെ ജനറൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മരുന്നുകളെല്ലാം കൊടുക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ മെയിനായിട്ടും ക്രോണിക് ഡിസീസസ് ഈ രീതിയിലൊക്കെ മാറ്റുന്നതാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ ഹീലിങ്സിൻ്റെ കൂടെ തന്നെ ഈ രീതിയിൽ ഞാൻ പിന്നെ സുജോക്കൊക്കെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ സുജോക്ക്, ഡോൺ തെറാപ്പി, സ്പൈനൽ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ടുള്ള തെറാപ്പി, പിന്നെ കുറേ തെറാപ്പികൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുജോക്ക് തന്നെ നമ്മൾ പറയുന്നത് ഭയങ്കര ഒരു എന്താ പെട്ടെന്ന് ഒരു ആൾക്കാർക്കൊരു ക്യൂർ ചില കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾക്കൊരു തലവേദന ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ആ ഒരു പോയിൻ്റ് തല നെറ്റിയിലുള്ളൊരു പോയിൻ്റ് എടുക്കുക. ഇപ്പോൾ ഇതാണ് ഒരു പോയിൻ്റ്. ഇപ്പോൾ ഒരു സുജോക്ക് എന്ന് പറയുമ്പം അത് ഒരു ഹ്യൂമൻ ബോഡിയെ കയ്യിൽ അല്ലെങ്കിൽ കാലിൻ്റെ വെള്ളയിൽ സങ്കല്പിക്കുകയാണ് സുജോക്കിൻ്റെ. അപ്പോൾ ഈ ഹ്യൂമൻ ബോഡിയുടെ തലയാണിത്, കഴുത്ത്, പിന്നെ വയറിൻ്റെ ഭാഗം, 2 കാല്, ഇപ്പോൾ ബാക്കിലോട്ട് വരുമ്പം കാല്, ഇപ്പോൾ ബാക്ക്, അങ്ങനെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ തലവേദനയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത്, തലയുടെ ഭാഗത്ത് നമ്മൾ കുറച്ച് പ്രഷർ ഇങ്ങനെ കൊടുക്കുക, തമ്പിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ കണ്ണാണെങ്കിൽ കുറച്ച് ഇച്ചിരി കൂടെ താഴോട്ട്, ഈ 2 ലെഫ്റ്റ് റൈറ്റ് ഏത് കൈയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ തലവേദന ഉള്ള ഒരാൾക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ അതിനൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമ്മൾ ഈ പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു എനർജി ബ്ലോക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ബ്ലോക്ക് നമ്മൾ മാറ്റാണ് ചെയ്യുന്നത്. കുറച്ചൊരു പ്രഷർ കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ചെറിയൊരു പെയിൻ ഫീൽ ചെയ്യും. കണ്ടിന്യൂസ് അല്ല, ഒരു 2-3 മിനിറ്റ് ചെയ്യാം, പിന്നെ ഇവിടെ അങ്ങനെ. അപ്പോഴത്തേക്കും ആ തലവേദന മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് ആ ഒരു എനർജി ബോഡിയിൽ കൊടുക്കുന്ന എനർജി ഹീലിംഗ്, അത് ആ പോയിൻറ്റ്സിൽ കൊടുക്കുന്നത്. അതുപോലിപ്പം പെട്ടെന്ന് ഒരാൾക്കൊരു ലൂസ് മോഷൻ മീൻസ് നമ്മൾ ഈ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഭാഗമാണ്, ഇത് കാലിൻ്റെ 2 ഇടയിൽ നമ്മൾ പറയുമ്പോൾ ഏനസിൻ്റെ ഭാഗം ഇവിടെ വരും. അപ്പോൾ ഇതിനിങ്ങനെ താഴോട്ട് ഒരു പ്രഷർ പതുക്കെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്താൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. അങ്ങനത്തെ അത് ആ ഒരു സംഗതി സ്റ്റോപ്പ് ആവും, ആ ഒരു സംഭവം സ്റ്റോപ്പ് ആവും എന്നുള്ളത്. അസുഖം മാറും എന്നുള്ളതല്ല, അങ്ങനെ. അതേപോലെ ഈ നമ്മളിപ്പോൾ ഒരു മരുന്ന് കൊടുക്കുക അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറേ ടെക്നിക്സും കൂടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഹീലിംഗിലേക്ക് വരുന്നത്. ഓടിപ്പോൾ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സെൽഫ് ഹീലിംഗ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് പോലെ ചെയ്യാൻ പറ്റും. സുജോക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് അല്ല, അല്ലാതെ തന്നെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. സുജോക്കിൽ നീഡിലിംഗ് ഉണ്ട്, നീഡിൽ നമ്മൾ അക്യുപങ്ചർ ചെയ്യുന്ന പോലെ പോയിന്റ്സിൽ നീഡിലിംഗ് ഉണ്ട്, പിന്നെ സീഡ് തെറാപ്പി ഉണ്ട്, കളർ തെറാപ്പി ഉണ്ട്. ഇതൊക്കെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻ്റ് അല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ എന്തായാലും ചെയ്യണം. ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നല്ല, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം എന്നുള്ളൊരു സാധനം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് മാം ഇപ്പോൾ ക്ലിനിക്ക് ഇട്ടേക്കുന്നത് എറണാകുളത്തുണ്ട്. പിന്നെ എറണാകുളത്താണ്, പിന്നെ ട്രിവാൻഡ്രത്തുണ്ട് കൺസൾട്ടേഷൻ, പിന്നെ ദുബായിലുണ്ട്. ദുബായിൽ ഇപ്പം 4 മാസമായി പോയിട്ട്. കൊല്ലത്ത്. അതെ, കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ നേരിട്ട് തന്നെ മാമിനെ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ് അല്ലേ? ആ നമ്പറിൽ വിളിച്ചാൽ മതി, നമ്മുടെ ക്ലിനിക്ക് നമ്പറാണ്. നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വിളിച്ചിട്ട് പ്രീ അപ്പോയിൻമെന്റ് എടുക്കുക. എന്നിട്ട് അവിടെ ഒന്നിലും ഓഫ്ലൈനായിട്ട് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബെറ്റർ. ഞാൻ പ്രിഫർ ചെയ്യുന്ന. പക്ഷെ ദൂരെയുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാം. ഈ പറഞ്ഞ ഹിപ്നോസിസ് ആണെങ്കിലും ഏത് ഹീലിംഗ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ ഹിപ്നോസിസിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പം ഒരു ടെസ്റ്റിമോണിയൽ എനിക്ക് തോന്നുന്നു എനിക്ക് അയച്ചു തന്നാണ് മാം, ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിയത്, അഡിക്ഷനിൽ നിന്നൊക്കെ പുറത്ത് വന്ന് മാറിയൊരു കഥ. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ. അത് ഒരു കുട്ടി കുറേ കുട്ടികൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് അമ്മമാർക്ക് ഈ വെപ്രാളം വരുന്നത്. കുട്ടികൾ ഈ എക്സാമിന് തയ്യാറാവുന്നില്ല, പഠിക്കുന്നില്ല. അതിന് പകരം അവർ ഓരോരോ അഡിക്ഷൻസ് ഓരോ രീതിയിൽ, ഒന്നുകിൽ ഫോൺ അഡിക്ഷനുണ്ട്, പിന്നെ ഈ ഓരോ ചാനൽസ്, ഇപ്പോൾ സ്നാപ്ചാറ്റ് പോലത്തെ ഇതിൽ കൂടെയൊക്കെ സെക്സ് ചാറ്റുകൾ, അതിൽ കൂടുതലായി പോവുക. അന്നേരം ഈ ഒരു കുട്ടിയുടെ എന്ന് വെച്ചാൽ അമ്മ എനിക്ക് അവരുടെ ലൈഫ് തന്നെ മാറി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം. ആ കുട്ടിക്ക് 14 വയസ്സേ ഉള്ളൂ, പക്ഷേ 2-3 വർഷം കൊണ്ട് തന്നെ ഈ ഒരു സെക്സ് ചാറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അത് പറയുന്നത് എനിക്കത് മതി, എന്തിനാണ് എന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം അതാണെന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ അത് വരാൻ തന്നെ പാടായിരുന്നു. അതിനിപ്പോൾ എനർജി ഹീലിംഗ് ഒക്കെ ചെയ്ത് അതിനെ കാമാക്കിയിട്ടാണ് അത് വന്നത് തന്നെ. 2-3 സെഷൻസ് അതിന് ചെയ്തു. അപ്പോൾ ആദ്യത്തെ സെഷനിൽ അത് റിലാക്സ് ആവുന്ന പോലുമില്ല. കാരണം ഇതിന്
ഇങ്ങനെ ഓവറായിട്ടത് ഇങ്ങനെ പാനിക്കൊക്കെ ആയപ്പോഴത്തേക്കും വയലൻ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇതിന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മെഡിസിൻ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെപ്പാടെ ഇനി അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇറക്കി വിടാൻ പറ്റുമോ, 14 വയസ്സുള്ള കൊച്ചിനെ റോഡിലോട്ട് അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ഈ ഒരു ആദ്യം ഒന്ന് റിലാക്സ് ആക്കി ചെറുതായിട്ട്, അപ്പോഴത്തേക്കും കുഞ്ഞിനൊരു ചെറിയൊരു ഇത് വന്നു, എന്തൊക്കെയോ ഒരു ചേഞ്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടാമത് വന്നപ്പോൾ അതിന് ഈ ചൈൽഡ്ഹുഡ് ട്രോമ തന്നെ ആയിരുന്നു. കാരണം ഒറ്റയ്ക്കായതിൻ്റെ ചെറുപ്പത്തിൽ ആ വൂമ്പിൻ്റെ ടൈമിലുണ്ടായ ഒരു ട്രോമയായിരുന്നു. അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി പഠിക്കാനും തുടങ്ങി. സെക്കൻഡ് സെഷനിൽ തന്നെ പഠിത്തത്തിൽ ഇതും എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമായി, ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ തേർഡ് സെഷൻ വന്നപ്പോഴത്തേക്കും ഇത് ഈ മോഡൽ എക്സാം ടൈമായിരുന്നു, എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ അതിന് 80% എന്തോ മാർക്കും കിട്ടി, അടുത്ത ക്വാളിഫൈഡ് ആയി. ഇപ്പം +1 അതിന് ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ എനിക്ക് ആ ഒരു ഇത് അയച്ചു തന്നെ. അതൊക്കെ ഒരു ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതെ, അത് ഒത്തിരി കുട്ടികളുടെ ഇങ്ങനെ ചെയ്തു. ഞാനിപ്പോൾ എക്സാമിന് പ്രിപ്പയർ അല്ലാത്തവരെ എക്സാമിന് പ്രിപ്പയർ ആക്കി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്സാമിലേക്കും ഒരു എക്സാമിൻ്റെ ഒരു റുട്ടീൻ ഉണ്ടല്ലോ, ഒരു ടൈം ടേബിൾ, ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള അതും നമുക്ക് ഇവർക്ക് ഉള്ളിലേക്ക് ഇതാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹിപ്നോസിസ് വഴി ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് തന്നെയാണ് ചെയ്തത്. ഇതൊക്കെ ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റൂ, അങ്ങനെ ചെയ്യാൻ പറ്റൂ. കാരണം അവർ നമ്മൾ ഓൺലൈനിൽ ഇരിക്കാൻ പറഞ്ഞാൽ തന്നെ ഇരിക്കത്തൊന്നുമില്ല. അവർ കൊണ്ടുവരും. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ അടുത്ത് ആയിരുന്നു, അവിടുന്ന് അവർ എറണാകുളം വരെ വന്ന് അങ്ങനെയാണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ, വിജയകഥകൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും അതിന് ദൈവത്തിനോട് നന്ദി. പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് എനിക്ക് ആ ഒരു ചിന്തയുണ്ട്. അതിൽ വളരെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആയുർവേദ ഡോക്ടറായിരുന്ന ഒരു വ്യക്തി തിരിച്ച് ഈ ഒരു മേഖലയിലേക്ക് വരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത്രയും ഹീലിങ്സ് 1-2 അല്ല, കുറേ പഠിച്ചു. പിന്നെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ അത് വിജയിക്കാനായിട്ട് സഹായകമായി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. അതിൻ്റെ ദൈവം ഈശ്വരൻ ഇനിയും അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് നല്ല എന്താ പറയുക, ശരിക്കും ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട വ്യക്തികൾ തന്നെ മാമിൻ്റെ മുന്നിൽ എത്തിപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ എൻ്റെ കഥയിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ജീവിതത്തിൽ വന്ന മാറ്റമാണ്. എല്ലാവർക്കും നന്ദി, മാതാപിതാക്കൾക്കും പിന്നെ നമ്മുടെ ഗുരുക്കന്മാർക്കും ദൈവത്തിനും യൂണിവേഴ്സിനും ഒക്കെ നന്ദി. നമ്മൾ ഓരോ പ്രാവശ്യം അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വലിയ കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയും, ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ ചെറിയ അനുഗ്രഹങ്ങളാണോ അതിനെല്ലാം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. എന്നാൽ മാത്രമേ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടെ ഇങ്ങനെ വിശാലമാകത്തുള്ളൂ. അപ്പോൾ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒന്ന് അനുഭവിച്ച് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല, അനുഭവത്തിൽ കൂടെ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.